ഇടുക്കിയിലെ ഇടതുപക്ഷ ഹർത്താലിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ വാക്പോര്. ഹർത്താൽ ദിനത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണം ഒരുക്കും എന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹർത്താലിനോട് സഹകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. നാളെയാണ് ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെതിരെയുള്ള LDF രാജ്ഭവൻ മാർച്ച്. അന്നേ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ പരിഹാസ്യമെന്ന ഡീൻ കുര്യാക്കോസ് MP. നടത്താൻ പോകുന്ന രാജ്ഭവൻ മാർച്ച് അത് ഗവർണറുമായിട്ടുള്ള ഒരു ഒത്തുകളി തന്നെയാണ്. ഇവർ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് എന്തിനാണ്? ആളുകൾ എന്തിനാണ് ഇവിടെ വീണ്ടും ഹർത്താൽ നടത്തുന്നത്? ഒരേ ദിവസം തന്നെ 2 സമരം നടത്തുന്നതിന്റെ ആ ഒരു യുക്തി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അത്രമാത്രം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ഒറ്റപ്പെടുത്താനും അവരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഹർത്താൽ പ്രഖ്യാപനത്തിലൂടെ കാണാൻ കഴിയുക. ഡീൻ കുര്യാക്കോസ് വാപോയ കോടാലി എന്ന CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അതുകൊണ്ട് ശക്തമായ സമരം ഇവിടെ നടക്കും. അതിനോടൊപ്പം തന്നെ രാജ്ഭവൻ മാർച്ചിലേക്കും മാർച്ചുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഡീൻ കുര്യാക്കോസ് വാപോയ കോടാലി, അദ്ദേഹം ഇവിടെ സംരക്ഷണം കൊടുക്കണം എന്നുള്ള നിലപാടെടുക്കേണ്ടത്. ഡീൻ കുര്യാക്കോസിന് എന്ത് ചെയ്യാൻ കഴിയുന്നൊക്കെ ഇടുക്കി ജില്ല ജനങ്ങൾക്കെല്ലാം അറിയാം. ഗവർണർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകില്ലെന്നും ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും ജില്ലാ LDF കൺവീനർ KK ശിവരാമൻ. ഞങ്ങൾ രാജ്ഭവൻ മാർച്ച് തീരുമാനിച്ച അതേ ദിവസം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ തീയതി കൊടുത്ത ഗവർണറുടെ നടപടി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ കഴിയും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതമായത്. പക്ഷേ ഹർത്താൽ വളരെ സമാധാനപരമായിരുന്നു. LDFന്റെ ഹർത്താൽ ശബരിമല തീർത്ഥാടനം തടയുക എന്ന ലക്ഷ്യം വെച്ചാണെന്ന് BJP ആരോപിച്ചു. ഹർത്താൽ ദിനത്തിൽ കടകൾ അടച്ചിടാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. ഹർത്താൽ ദിനത്തിൽ ഗവർണറുടെ തൊടുപുഴയിലേക്കുള്ള വരവ് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം ഭൂപതിവ് ഭേദഗതി ബില്ല് വീണ്ടും ചർച്ചയാകുന്നു. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.